നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നീ അവൻ്റെ അടുത്ത് ഇറങ്ങി വരാൻ വേണ്ടി പറ. നീ ചെന്നിട്ട് അവനോട് ഇറങ്ങി വരാൻ വേണ്ടി പറയുന്നോ അതോ ഞാൻ ചെന്ന് കൂട്ടിയിട്ട് വരണോന്ന് ചോദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുവാണേ സച്ചി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്താണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വാ സാർ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് പോവാണേ. സാർ പറയുന്നത് മനസ്സിലാക്കൂ. ഉള്ളിൽ ശ്രീകാന്ത് ഇല്ല സാർ, പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണേ. അപ്പോഴേക്കും കൈ വിടടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കൈ തട്ടി മാറ്റുന്നുണ്ട് ആ സ്റ്റാഫിന്റെ. എന്റെ അച്ഛനെ വിഷമിപ്പിച്ചിട്ട് അവൻ ഇവിടെ സന്തോഷമായിട്ട് കഴിയല്ലടാ, വിളിക്കട അവനെന്ന് പറയുകയാണെ സച്ചി. സാർ ഞാൻ പറയുന്നത് സത്യമാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ജോലിക്ക് വന്നിട്ടില്ല, 10 ദിവസം ലീവിലാണ്. നീ കള്ളം പറയാണ്. ഉള്ളിലിരുന്നോണ്ട് അവൻ അങ്ങനെ പറഞ്ഞു വിട്ടതാണോ നിന്റെ അടുത്തെന്ന് ചോദിക്കുമ്പോ സാർ ഞാൻ പറയുന്നത് സത്യമാണ്. അവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്, 10 ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞു ഓണറിന്റെ അടുത്ത്. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. 10 ദിവസം അഡ്വാൻസ് ആയിട്ട് അവൻ ലീവൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. എല്ലാം പ്ലാൻ ചെയ്തതാണ്. അവനെന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഞാൻ തല്ലിക്കൊല്ലും. അവനെന്റെ കയ്യിൽ കിട്ടിയാലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടി എടുത്തുകൊണ്ട് പൊട്ടിക്കുകയാണെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്. സാർ ഉടയ്ക്കരുതെന്ന് പറയുമ്പോഴേക്കും ഉടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സാർ ഇതൊക്കെ എന്നുള്ള കാര്യം സെക്യൂരിറ്റി ചോദിക്കുകയാണെ. അപ്പോഴേക്കും കുറെ ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട്. സച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചെടിച്ചട്ടി പൊട്ടിച്ചതിന്റെ പൈസ എടുത്തിട്ട് ആ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുക്കണം. അയാളത് മേടിച്ചിട്ട് ചേ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞ് സെക്യൂരിറ്റിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത് എന്ന് പറയുന്നവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി പണം മേടിച്ചിട്ട് പോവാണ്. വീട്ടിലെ ലക്ഷ്മി തിരിച്ചെത്താണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ദേവുവിന് ഭയങ്കര അടിയാണ് കേട്ടോ. നീ എവിടുന്നാണ് നിനക്ക് ഇങ്ങനൊരു ബുദ്ധി വന്നത്? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നിന്റെ ചേച്ചിയുടെ ജീവിതവും നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കുകയാണ്. രേവതിന്റെ അനിയന്റെ അടുത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീയും ഇതിന് കൂട്ടു നിന്നോടാ എന്ന്. അമ്മേ, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ കോളേജിൽ പോയതായിരുന്നു. ഇവളാർക്കും മാല കൊടുത്തിട്ട് കോളേജിൽ പോകുന്നു പറഞ്ഞിട്ട് എന്റെ അടുത്തും കള്ളം പറഞ്ഞാണ് പോയത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ അടിച്ച് കൊല്ലാനോ തോന്നുന്നു പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത് അവനടുത്ത് സംസാരിക്കരുത് എന്നുള്ള കാര്യം. അതൊന്നും പറഞ്ഞത് കേൾക്കാതെ നീ അവന്റെ അടുത്ത് പോയി സംസാരിച്ചു അല്ലേ. ഇപ്പൊ നീ കണ്ടില്ലേ, നമ്മുടെ കുടുംബത്തിന് ഒറ്റ കൊടുത്തിട്ട് അവൻ പോയി. ഇപ്പൊ നിന്റെ ചേച്ചി അല്ലേടി എല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോ ദേവു പറയുന്നുണ്ട്, അമ്മേ എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി അങ്ങോട്ട് വരും എന്നുള്ള കാര്യം. നിനക്ക് ആ ചന്ദ്രമതിയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയുന്നതല്ലേ. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം പറയുമ്പോഴേ അവരെ കലിതുള്ളി സംസാരിക്കും. ഇപ്പൊ നീ ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. അവളുടെ ജീവിതം മൊത്തത്തിൽ വഴിയാധാരമായിട്ടുണ്ടാകും. ഇനി അവരൊക്കെ അവളെ വെറുതെ വിടുവോ? നിന്റെ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അവള് വന്ന് നിൽക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ വേണ്ടി പോവാണേ. അത് കഴിഞ്ഞ് ദേവ് പറയുന്നുണ്ട്, അമ്മേ, ശ്രീകാന്തും വർഷയും ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. വർഷയുടെ വീട്ടുകാര് വേറെ കല്യാണം അവൾക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവര് എന്നോട് ഹെൽപ്പ് ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ അനിയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ സിനിമയിലെ വല്ല ഹീറോയിൻ ആണോ? ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേരും ചേർത്ത് കല്യാണം വെച്ച് വെക്കുകയാണോ? ഇപ്പൊ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പോയി. നമ്മളെ എല്ലാ രീതിയിലും പെടുത്തിയിട്ട് ചേച്ചിയും അതിൽ കൊണ്ടുവച്ചു. ഇതിനെ കുറിച്ചൊക്കെ ഇവളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അവൻ എങ്ങനെ പോയാലും നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? അവന്റെ കാര്യങ്ങള് അവന് നോക്കാൻ അറിയില്ലേ? നീ എന്തിനാണ് അതിൽ കയറി പോയിട്ട് ഇടപെട്ടത്? ഇപ്പൊ കരുതി നിൽക്കുന്നത് ആരാണ്? അപ്പോഴാണ് കേട്ടോ രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രേവതി അങ്ങോട്ട് പോയത് മുതൽ അവൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. അവൾ എങ്ങനെ ഇതും കൂടി താങ്ങുക എന്ന് അമ്മ പറയുന്നത് രേവതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടേ. ഇത്രയും നാള് സച്ചി അവളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് രണ്ടുപേരും കൂടി ചേർന്ന് സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ വീണ്ടും അവർക്കിടയിൽ പ്രശ്നമായി. ഇനി അവളുടെ ജീവിതം എന്താവാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ വീടിനെ കുറിച്ച് നീ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയായിരുന്നു? കാൽവേദന ഉണ്ട്, എന്നിട്ടും ഞാൻ പൂക്കൾ കടയിൽ പോകുന്നുണ്ട്. അടിക്കുന്ന മെഷീൻ ആണെങ്കിലും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ കാര്യം തന്നെ കഷ്ടത്തിലാണുള്ളത്. അതിനിടയ്ക്കാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് വന്ന് നിൽക്കുന്നത്. രേവതി അവിടെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. എന്ത് പറ്റി മോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മേ. ഞാൻ ഒരു തെറ്റും അമ്മയെ ചെയ്തിട്ടില്ല. എന്നാ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വീട് വിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു അമ്മേ. ചേച്ചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ലക്ഷ്മി ചോദിക്കുന്നത്, എന്താ നീ പറഞ്ഞത്? വീട് വിട്ട് പറഞ്ഞു വിട്ടോ? അതെ അമ്മേ, ഞാൻ എത്ര പറഞ്ഞിട്ടോ ആരും കേട്ടില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണേ. ഞാനെല്ലാം പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യമാണ് അമ്മ അവര് പറയുന്നത്. എനിക്ക് എന്നെ ചുറ്റി എന്തൊക്കെയാ നടക്കുന്നതെന്ന് പോലും അറിയില്ല. ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുകയാണ് അമ്മേ. അയ്യോ, ഞാൻ പേടിച്ചതുപോലെ തന്നെ നടന്നല്ലോ മോളെ. നിന്റെ സച്ചി പോലും നിനക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ലേ? അവരെന്നോട് എന്റെ കൺമുമ്പിൽ പോലും വന്നേക്കരുതെന്നാണ് പറഞ്ഞത് അമ്മേ.
ഇതെല്ലാം കേട്ടിട്ട് ദേവുവിന്റെ അടുത്ത് അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, കേട്ടില്ലേടി, ഇപ്പൊ നിനക്ക് സന്തോഷായോ? മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി പോയിട്ട് നിന്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പൊ എന്തായെന്നുള്ള കാര്യം നീ കണ്ടോ? എന്നിട്ട് ദേവുവിനെ അടിക്കുന്ന സമയത്ത് പിടിച്ചു മാറ്റിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് രേവതിയുടെ അനിയൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്നിനെ അമ്പലത്തിൽ പോയിട്ട് അവിടെ സാക്ഷി ഒപ്പിടാനൊക്കെ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാണെടാ? ആ ശ്രീകാന്ത് എന്നെ കള്ളം പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി. അവിടെ പോയതിനു ശേഷമാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിച്ചത്. അവൻ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ മേലൊരു തെറ്റുമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇരിക്കേട്ട ലക്ഷ്മി പറയുന്നുണ്ട്, അവന്റെ ജീവിതം നന്നാവണമെന്ന് മാത്രമായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്, സ്വന്തം കാര്യം മാത്രമാണ്. ഇരിക്കേട്ട രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ, എല്ലാവരും നന്നായിട്ട് ഇരിക്കണമെന്ന് മാത്രമാണല്ലോ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണടി നമ്മളിപ്പോ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതൊന്നും അറിയാതെ ഇവള് ഇതില് ചെന്ന് പെട്ടു. ഇനി എങ്ങനെയാണ് ഞാൻ സച്ചിയുടെ അച്ഛന്റെ മുഖത്ത് നോക്കുക? നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ അതിന് ഉത്തരം കൊടുക്കുക? ഇപ്പോ രേവതിയും തെറ്റ് ചെയ്തു എന്നുള്ള കാര്യമല്ലേ അവര് വിചാരിക്കുക. അങ്ങനെ രേവതിയാണെങ്കിൽ താഴെ ഇങ്ങനെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. വർഷ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എപ്പോ എഴുന്നേറ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ച് നേരമായി എന്ന് പറയാണേ. ടയേർഡ് ആയതുകൊണ്ട് ഒരുപാട് നേരം കിടക്കുമെന്ന് കരുതി എന്ന് പറയാണേ. എനിക്കെന്തോ ഉറക്കം വന്നില്ല, മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനി എന്താ ചിന്തിക്കുന്നുള്ള കാര്യമാണ് വർഷ ചോദിക്കുന്നത്. ശ്രീകാന്തിന്റെ അച്ഛനെ റിലീസ് ചെയ്തില്ലേ, പിന്നെ എന്റെ വീട്ടുകാരും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നമുക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇനിയും എന്താ ഡള്ളായിട്ട് ഇരിക്കുന്നത് അറിയില്ല, മനസ്സിൽ എന്തോ ഒരു പോലെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൈൻഡൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വാ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാക്കാനുള്ളതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, കുറച്ച് പൂവും സ്വീറ്റ്സും ഒക്കെ മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് തള്ളിവിടുകയാണേ. ഇപ്പൊ എന്തിനാ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാലഡ് ഉണ്ടാക്കാനൊന്നും ചോദിക്കുകയാണേ. അതെ, സാലഡും സ്വീറ്റ്സും ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ സത്യമായിട്ട് പറയണേ, എനിക്കറിയില്ല, എന്തിനാന്ന് വെച്ച കാര്യം പറ. കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ ഇതൊന്നും വാങ്ങുന്നതെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ വന്നിട്ട് ഇരിക്കുകയാണേ. നീ എന്താ ഒന്നും മിണ്ടാതെ വന്നിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ പാരന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ വഴി അത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഇന്നത്തെ ദിവസം നല്ലതാണോ ചീത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ നിൽക്കുന്ന ദിവസം എല്ലാം നല്ലതാണ്. എല്ലാം സമ്പ്രദായം പോലെ തന്നെ നടക്കണല്ലോ. ഈ സീരിയൽ ഡബിങ്ങിന്റെ ഇടയ്ക്ക് എനിക്കറിയാം എന്തൊക്കെയാണ് സമ്പ്രദായങ്ങൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്, മനസ്സിലായോ മിസ്റ്റർ ഹസ്ബൻഡ്? നീ പോയിട്ട് മേടിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ഇല്ല വർഷ, എന്റെ മാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വളർന്ന വലിയൊരു ഫാമിലിയിലാണ്. അവരെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചത്. എന്നാൽ അവരാരും ഇല്ലാതെയാണ് എന്റെ മാരേജ് നടന്നത്. എന്റെ അച്ഛന്റെയും അമ്മേന്റെയും ബ്ലെസ്സിങ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയരുത് വർഷേ. നമ്മൾ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, പക്ഷേ നമ്മൾ കാരണം ഏട്ടത്തി പ്രശ്നത്തിലായിരിക്കുകയാണ്. അവരെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി മോശപ്പെടുത്തിയിട്ട് നമ്മുടെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അവരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓൾറെഡി ഏട്ടത്തേക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഞാൻ കാരണം കൂടുതലായിട്ട് എഫക്റ്റ് ആയിരിക്കുകയാണ്. സച്ചേട്ടനും എന്റെ അമ്മയൊക്കെ അവരെ എന്ത് രീതി സംസാരിക്കും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ലൈഫ് എന്താവാൻ വേണ്ടി പോകുന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നമ്മൾ മനഃപൂർവ്വം അവരെ ഒന്നും ചെയ്തതല്ലല്ലോ, അവരുടെ ബ്ലെസ്സിംഗെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടല്ലേ നമ്മള് ഏട്ടത്തിയുടെ അടുത്ത് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി അത് അവർക്ക് വലിയൊരു പ്രോബ്ലം ആയി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്റെ മനസ്സിലൊരു ഹാപ്പിനെസ് ഇല്ല, എന്തോ ഒരു കുറ്റബോധം ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ആരെയും മനസ്സുകൊണ്ട് പോലും നോക്കില്ല. അങ്ങനത്തെ എന്റെ അച്ഛൻ ഞാൻ കാരണം ജയിലിൽ വരെ പോകേണ്ടി വന്നു. നമ്മുടെ ഈ കല്യാണം എത്ര പേരെ ബാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു പോലുമില്ല. അപ്പൊ നമ്മുടെ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു എന്നാണോ നീ പറയുന്നത്? അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ 2 ദിവസത്തിനകം എന്റെ ആ ജോക്കറിന്റെ കൂടെ കല്യാണം കഴിച്ച് വിട്ടാന്. അപ്പൊ നീ സന്തോഷമാവുമായിരുന്നോ? എങ്ങനെ നോക്കിയാലും ഒരു പ്രോബ്ലം എന്തായാലും വരും. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മള് രണ്ടുപേരും ഒന്നായില്ലേ, അതോർത്തിട്ട് നീ സന്തോഷിക്കേ. അത് പിന്നെ വീട്ടിലെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വീട്ടില് പ്രോബ്ലം ഉണ്ട് ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഇതൊന്നും ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. ഇപ്പോ ന്യൂസ് ചാനലിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ ഒരു കാര്യത്തെ കുറിച്ച് പറയും, ഈവനിങ്ങില് മറ്റൊരു കാര്യത്തെ കുറിച്ച്. ഒരു നാട്ടിൽ നടക്കുന്ന പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് എല്ലാരും മറക്കുന്നു. വീട്ടിൽ നടക്കുന്ന പ്രോബ്ലംസും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് ദിവസത്തിനകം എല്ലാം ശരിയായിട്ടും. മനസ്സിലായോ? ഇനിയെങ്കിലും നമ്മുടെ ലൈഫിനെ കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും മാത്രം ചിന്തിക്കേ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ. ഇല്ല വർഷ, എന്റെ മൈൻഡ് ഇപ്പോഴും ശരിക്കായിട്ട് വന്നിട്ടില്ല, ഒരു ഡിസ്റ്റർബ് ആയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കിടയിൽ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് നിർത്തുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഇന്ന് നമുക്കിടയിൽ ഒന്നും വേണ്ട എന്നല്ലേ നീ പറയുന്നത്? അതിന് നീ എന്തിനാ മടിക്കുന്നത്? ഇന്ന് വേണമെങ്കിൽ മറ്റൊരു ദിവസം ആക്കാം.
നിന്റെ മനസ്സിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. നിനക്ക് കുറച്ച് ടൈം എടുക്കും എല്ലാം മറക്കാൻ വേണ്ടിയിട്ട്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് വർഷ പോകുന്ന സമയത്ത് ശ്രീകാന്ത് സോറി പറയുന്നുണ്ട്. നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പണ്ടൊക്കെ നിന്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ട് എത്താൻ വേണ്ടി ടൈം എടുക്കുമായിരുന്നു. ഇപ്പൊ നീ എന്റെ മുമ്പ് തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാ. നീ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുമല്ലോ, അതെനിക്കിപ്പോൾ കഴിക്കണമെന്ന് തോന്നുന്നു. ഓക്കെ ശരി, ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണേ. വർഷ എന്നെ മനസ്സിലാക്കിയതിന് താങ്ക്സ് എന്ന് പറയുമ്പോൾ, ഹലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ സോറി, അതുപോലെ താങ്ക് യു, ഇതിനൊന്നും ഒരു വിലയില്ല. അതൊക്കെ എടുത്തിട്ട് വെളിക്കള. ഇപ്പൊ വീട്ടിൽ ബ്രെഡ് ഓംലേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വാ, എനിക്ക് വിശക്കുന്നു എന്ന് പറയണേ. അപ്പൊ ശ്രീകാന്ത് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയ്ക്കും ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.